ഇങ്ങോട്ട് നോക്കേ, പ്ലേ അടിക്കുന്ന കാണാൻ പറ്റുമോ? ഈ ഒരു വണ്ടിയുടെ വീൽ ബെയറിംഗ് പോയതാണ്. വീൽ ബെയറിംഗ് പോയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ വീൽ ബെയറിംഗ് നമുക്ക് മാറാം. ഇതൊരു ഡിസൈറാണ്. വാ. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വണ്ടിയുടെ വീൽ ബെയറിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് വീൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചാൽ വളരെ മോശമാണ്. ഇതൊരു സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ വീൽ ബെയറിംഗ് ആണ്. കണ്ടോ, നല്ല രീതിയിൽ സൗണ്ടായി നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇതിൻ്റെ വീൽ ബെയറിംഗ് ഒന്ന് ഇളക്കിയെടുക്കണം. വീൽ ബെയറിംഗ് ഇളക്കിയെടുത്ത് പുതിയ വീൽ ബെയറിംഗ് സെറ്റ് ചെയ്യണം. വീൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ വീൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. വീൽ ബെയറിംഗ് ഇളക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ലോക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഈ ഒരു ബെയറിംഗ് വരുന്ന ഈ ഒരു ഹബ്ബ് കണ്ട, ഈ ഒരു ഭാഗം നമുക്ക് തട്ടിയിളക്കാനായിട്ട് നമ്മൾ ഇത് കണക്കൊരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് വഴി എടുത്തിട്ട് ഇത് കണക്കിട്ടിട്ട് മറ്റേ സൈഡിലങ്ങോട്ട് പിടിച്ച് 4 തട്ട് കെട്ടുമ്പം നൈസിനെ ഊരി വരും. അത്രേ ഉള്ളൂ. ഇത് ഇരുന്ന് നാശമായിട്ടിരുന്നല്ലേ. താണ്ടേ ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ കണ്ടോ. പഴുത്ത് ഒരു പരുവായിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ആയിട്ട് ഒരു ലോക്ക് വരുന്നുണ്ട്. എവിടെ ഓക്കെ, ഇതാ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഒരു സർക്ലിപ്പ്, വലിയൊരു സർക്ലിപ്പ് വരുന്നുണ്ട്. ആ സർക്ലിപ്പ് നമ്മളൊരു കാര്യം ചെയ്യണം. ഞാൻ ബെയറിംഗ് രണ്ടും പ്രസ് ചെയ്ത് കൊണ്ടുവരാം. നീ സ്റ്റിയറിംഗ് ബോക്സും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. ആ ബെയറിംഗ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചേ. അപ്പോൾ നമ്മൾ ലോക്കും കാര്യങ്ങളൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. താണ്ടേ ഇതിൻ്റെ ലോക്ക്. ഇനി നമുക്കിത് നൈസിലൊന്ന് പ്രസ് ചെയ്ത് വെളിയിലെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നൈസിലൊന്ന് പ്രസ് ചെയ്ത് വെളിയിലെടുക്കാം. പറ്റില്ല. ഓക്കെ, ഇത് പറ്റും. നമ്മൾ ബെയറിങ് പ്രസ് ചെയ്ത് ഇടിക്കുകയാണേ. അപ്പോൾ നമ്മൾ വീൽ ബെയറിംഗ് ഇതാ ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാന്ന്. നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു ബെയറിങ്. അപ്പം ഈ ഒരു സൈഡ് നമുക്കിത് മാറ്റി വെക്കാം. ഇതിൻ്റെ LH-ഉം RH-ഉം പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് ബെയറിങ് ഇളക്കിയെടുക്കാനുണ്ട്. ഇതാ ഇരിക്കുന്നു. ഇത് നമുക്ക് പ്രസ് ചെയ്ത് ഇളക്കിയെടുക്കണം. അപ്പം അടുത്ത ബെയറിങ്ങും ഇളക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഹബ്ബിൽ ഒരു സ്ലീവ് വരും. ഈ ഒരു ഹബ്ബ് കണ്ട, ഈ ഒരു ഹബ്ബിലായിട്ട് വരുന്ന സ്ലീവ് ഇളക്കിയെടുക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ചിസൽ വെച്ച് വല്ലതും അടിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വെച്ച് അടിക്കുകയാണെങ്കിൽ ഇത് ഈ ചെട വീണിട്ട് ബെയറിങ് പ്രോപ്പറായിട്ട് പ്രസ് ആവത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഇത് കണക്കൊരു പുള്ളറിട്ട് മുറുക്കി സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതുണ്ട, ആ സ്ലീവിലോട്ട് നമ്മൾ ഈ പുള്ളറിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്തെടുക്കാം. ഓവർ ടൈറ്റൊക്കെ ആണെങ്കിൽ പൊട്ടി വരും. പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല, വേദനിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. പൊട്ടി.
അപ്പോൾ അത് ജാമാണ്, വേദനിപ്പിച്ച് ഇളക്കിയെടുക്കാൻ പറ്റൂ. Close up. ഒരു എമിരി പേപ്പർ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് വിടണം. നമ്മളിതിൽ പേപ്പർ ഇട്ട് നല്ലോണം തേച്ച് വിട്ടേക്കുന്ന കാര്യം വെച്ചാൽ ഇതാ, നിങ്ങൾ ഈ ഭാഗത്തോട്ട് ഇത്തിരി അടുത്തോട്ട് ഈ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ വീൽ ബെയറിംഗ് മാറിയപ്പോഴത്തേക്ക് ചിസലിന് അടിച്ചിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്ത് വിട്ടതിൻ്റെ പാടൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ കണ്ട ഗ്രൈൻഡർ വന്ന് പിടിച്ചതിൻ്റെ പാടൊക്കെ കണ്ട ഇങ്ങനെയുള്ള പാടുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ മാക്സിമം പുള്ളറിട്ട് ഇത് ഇളക്കിയെടുക്കുന്നത്. അത് കണക്ക് തന്നെ ഇത് കണക്ക് എമരി പേപ്പറിനിട്ട് നല്ലോണം പിടിക്കുന്നത് വെച്ചാൽ ഇപ്പം സാധാരണ ഇപ്പം നമുക്ക് ചിസൽ വെച്ച് അടിച്ചിളക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പല ഭാഗത്തും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബെയറിംഗ് പ്രോപ്പറായിട്ട് സീറ്റ് ആവത്തില്ല. അത് മാത്രമല്ല ടയറിന് പൊളച്ചിലോ വണ്ടി ഓട്ടത്തിൽ കുലുക്കമോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടുമ്പം ബ്രേക്കിൻ്റെ പെടലിൽ അനക്കോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ്ട് നമ്മൾ വീൽ ബെയറിംഗ് ജസ്റ്റ് എടുത്ത് അങ്ങോട്ട് വെച്ചു. ഇതിൻ്റെ പുറത്ത് പറ്റുന്ന രീതിയിൽ മറ്റൊരു പീസ് എടുത്ത് സെറ്റ് ചെയ്യണം. അതിനിപ്പം വേണമെങ്കിൽ നമുക്ക് ആ പഴയ ബെയറിംഗ് തന്നെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പാഡും കൂടെ ജസ്റ്റ് വെച്ച് നമുക്ക് പ്രസ് ചെയ്ത് കയറ്റാം. ബെയറിംഗ് ഫുള്ള് കയറിയതെന്ന് നോക്കണം. യെസ്, ബെയറിംഗ് ഫുള്ള് കയറിയിട്ടുണ്ട്. ഇനി മറക്കാതെ നമ്മളെ വണ്ടിയിലോട്ട്, വണ്ടിയിലല്ല, ഈ ഒരു സെറ്റിലോട്ട് ലോക്ക് എടുത്തിടണം. ലോക്ക് എടുത്തിടാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോക്കൊക്കെ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ലോക്ക് എടുക്കുക, വെക്കുക, ഇടുക, ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹബിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം പൊരിച്ചടിച്ചിട്ടുണ്ട്. പൊരിച്ചടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ വെൽഡിങ്ങിൻ്റെ റാഡ് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഓടിച്ചോടിച്ചു വിടും. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ഓടിപ്പഴുത്ത് ആകെ ഒരു പരുവായി ഇതിൽ പിടിച്ച് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മാറുന്നില്ല. അതിന് പകരം ഇത് കണക്ക് ചെറുതായിട്ട് വെൽഡിങ് റാഡൊന്ന് ഓടിച്ച് ചെറിയ രീതിയിലൊരു ഗ്രിപ്പ് ഉണ്ടാക്കും. എന്നിട്ട് പ്രസ് ചെയ്യും. അത് അവിടെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഭാഗത്തൊന്നും പെടാതെ നമ്മൾ സൂക്ഷിച്ചാണ് ചെയ്തേക്കുന്നത്. നമുക്കിനി എടുത്ത് സെറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടൊരു കാര്യം വെച്ചാൽ ഇപ്പം ഹബ്ബ് നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്തെ ഇത് കണക്ക് ഇന്നർ സ്ലീവിൽ വേണം ഇതിൽ പ്രസ് ചെയ്യാനുള്ള സംഭവം വെക്കാനായിട്ട്. ഞാൻ പ്ലേ ചെയ്ത് നോക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ടൈറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഫുള്ള് ഇപ്പം ആ സൗണ്ടൊക്കെ പോയി. ഇതാ ആ പ്ലേയും പോയിട്ടുണ്ടോ. നേരത്തെ വെച്ചാൽ ഇത് നല്ല രീതിയിൽ പ്ലേ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അടുത്ത സൈഡും ബെയറിങ് പ്രസ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബെയറിങ്ങിൻ്റെ ശബ്ദമൊക്കെ ആണെങ്കിൽ കൈയോടെ ഏത് സൈഡാണെന്ന് നോക്കിയിട്ട് അത് മാറുക. കാരണം എന്ന് വെച്ചാൽ ബെയറിങ്ങിൻ്റെ ആ ഒരു പിടുത്തം വിട്ടുപോവുകയാണെങ്കിൽ ഈ ഒരു ടയർ പറഞ്ഞു പോകാനും അതിനൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ബെയറിങ് മാറുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പ്രസ് മെഷീൻ ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് സിമ്പിളായിട്ട് മാറാവുന്ന കേസേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ വണ്ടിയിൽ ബെയറിങ് ശബ്ദം ഉണ്ടെങ്കിൽ കൈയോടെ മാറുക, വെച്ചുകൊണ്ട് ഓടാതിരിക്കുക, അപകടങ്ങളെ ക്ഷണിച്ച് വരുത്താതിരിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.